പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ന് രാവിലെ 10:30 വിമാനത്താവളത്തിലെത്തും. 2 മണിക്കൂറാണ് സംസ്ഥാനത്തെ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം അന്ന് നിർവഹിക്കും. തിരുവനന്തപുരം നഗരവികസന രേഖയുടെ പ്രഖ്യാപനവും പൊതുസമ്മേളനവുമാണ് രണ്ടാമത്തെ പരിപാടി. 2 പരിപാടികളും പുത്തരിക്കണ്ടം മൈതാനത്തായിരിക്കും നടക്കുക. റെയിൽവേക്കായി പ്രധാന വേദിക്ക് സമീപം 500 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക വേദി ഒരുക്കാനാണ് തീരുമാനം. റെയിൽവേയുടെ പരിപാടി 10:45 മുൻപ് അവസാനിക്കുമെന്നും അതിനുശേഷം BJPയുടെ പൊതുസമ്മേളനം നടക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ പഞ്ചായത്ത് തല ഭാരവാഹികളാണ് യോഗത്തിനെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെത്തുന്ന സന്ദർശനം വെറും ഒരു ഔപചാരിക പരിപാടിയല്ല. അത് കേരള രാഷ്ട്രീയത്തിന്റെയും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുടെയും ഭാവിയുടെയും ദിശ മാറ്റുന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാകും. 23-ാം തീയതി തിരുവനന്തപുരത്തെത്തുന്ന മോദി വികസനത്തിന്റെ വ്യക്തമായ റോഡ് മാപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. വർഷങ്ങളായ അവഗണനയും രാഷ്ട്രീയ അസൂയയും കാരണം പിന്നോട്ടടിക്കപ്പെട്ട തലസ്ഥാന നഗരിക്ക് പുതുജീവൻ നൽകാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങളോടെയാണ് ഈ സന്ദർശനം നടക്കുന്നത്. റെയിൽവേ വികസനം എന്നത് മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഹൃദയമാണ്. തിരുവനന്തപുരത്തെ പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിലൂടെ കേരള വികസനത്തിൽ നിന്ന് അകലെയല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകാൻ പോകുന്നത്. ഒരു കാലത്ത് റെയിൽവേ പദ്ധതികൾ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയിരുന്ന സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യ പദ്ധതികളോടെ മുന്നോട്ട് വരികയാണ്.